റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തൗബയുടെ ചേർത്ത് പഠിപ്പിച്ചെന്ന് എന്തറിയും? അതിൽ മൂന്നാമത്തെ ചേർത്തായിട്ട് പറഞ്ഞത് യുബ്രി അമിൻ ഹക്കി സ്വാഹിബിഹ, അന്യന്റെ അവകാശത്തിൽ നിന്ന് നമ്മൾ മോചിതരാകണം. സാമ്പത്തികമായി ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊടുത്തു വീട്ടണം. ഇനി ആരെ പറ്റിയെങ്കിലും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം, അവരോട് പൊറുക്കല്ല തേടണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കാനത് ഇൻദഹു മദ്ലമത്തുൽ ലി അഖീ, ആരെങ്കിലും തന്റെ സഹോദരനോട് അവന്റെ അഭിമാനത്തോട് ആരെങ്കിലും അന്യായം ചെയ്താൽ, ഔ മാലിഹി, അവന്റെ സമ്പത്തിനോട് ആരെങ്കിലും അന്യായം ചെയ്താൽ, ഫൽയുഅദ്ദിഹാ ഇലൈഹി, അതവനിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കട്ടെ. സമ്പത്ത് ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായ രൂപത്തിൽ അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ അതവനിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കട്ടെ. ആരെപ്പറ്റിയെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് മാപ്പ് ചോദിച്ചു കൊള്ളട്ടെ. കാരണം റസൂലുള്ള പറയുന്നു, ഖബല അൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് മാപ്പ് ചോദിക്കണം. കാരണം ഖിയാമത്ത് നാളങ്ങ് വന്നാൽ ലാ യുഖ്ബലു ഫീഹി ദീനാറും വലാ ദിർഹമുൻ, അവിടെ റബ്ബ് ദിർഹമുകൾ സ്വീകരിക്കുകയില്ല, അവിടെ റബ്ബ് ദീനാറുകൾ സ്വീകരിക്കുകയില്ല. പരലോകത്തെത്തിയിട്ട് കടം വീട്ടാന്ന് ആരും വിചാരിക്കണ്ട, അവിടെ ദിർഹമോ ദീനാറോ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് രോഗം വന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാന്നറിയാം? അത്തരം ഒരു സാഹചര്യം വരുമ്പോ കടണ്ടോ പെട്ടെന്ന് വീട്ടുക, പെട്ടെന്ന് വീട്ടുക. കാരണം എന്താ? മരിച്ചാൽ പിന്നെ പരലോകത്ത് വീട്ടാൻ കഴിയില്ല. പരലോകത്ത് വീട്ടെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ അമലു സാലിഹാത്ത് എടുത്തിട്ടാ പിന്നെ വീട്ടുക. വളരെ ഗൗരവമുള്ള വിഷയം. പക്ഷേ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്താ അറിയോ? ഇത്തരം ഒരു രോഗമൊക്കെ വരുമ്പോ നമ്മൾ വിചാരിക്കുക എന്താ അറിയോ? ഞാനോ മരിക്കാനോ ഇത്ര പെട്ടെന്നോ എന്തായാലും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിക്കണേ. ഇത്തരം വിഷയങ്ങളൊക്കെ ഹദീസുകളിലൂടെ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കിത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു? നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോ ഒന്ന് മരിക്കുമെന്ന ചിന്തയില്ല. നമ്മുടെ മനസ്സിൽ എന്താ അറിയോ? എന്റെ വല്യപ്പ 90 വയസ്സിലാ മരിച്ചേ, വാപ്പ 80-ലാ മരിച്ചേ, ഞാൻ ഏതായാലും ഒരു 70 വരെയെങ്കിലും പോകും. ഇത്തരം മിഥ്യാധാരണകളാണ് ഇത്തരം നന്മകൾ ചെയ്യുന്നതിൽ നിന്ന്, ഇത്തരം ചിന്തകളിൽ നിന്ന് നമ്മുടെ പറകോട്ട് കുലിച്ചു വലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം? ഞാൻ ഏത് സമയത്തും മരിക്കുന്നവനാണ് എന്ന ചിന്ത ഉണ്ടാകണം. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അത്തദറൂന മൽ മുഫ്ലിസ്, ആരാണ് സ്വഹാബത്തെ മുഫ്ലിസ്, ആരാണ് സ്വഹാബത്തെ മുഫ്ലിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ സ്വഹാബിമാര് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒന്നുമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മല്ലാ ദറാഹീമ ലഹു വലാ മതാ, ഒരു നയാ പൈസ കയ്യിലില്ലാത്തവനാണ്, ഒരു ദിർഹം കയ്യിലില്ലാത്തവനാണ്, ഒരു ദീനാറ് കയ്യിലില്ലാത്തവനാണ്. ഉടനെ ഹബീബായ റസൂലുള്ള പറയുന്നു, അല്ല അല്ല, അങ്ങനെയുള്ളവരല്ല യഥാർത്ഥത്തിൽ മുഫ്ലിസ്, അങ്ങനെയുള്ളവരല്ല യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? ഹബീബായ റസൂലുള്ള പറയുകയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ യഅതി യൗമൽ ഖിയാമ, അവൻ നാളെ പരലോകത്ത് വരികയാണ്, ബിസ്വലാത്തിൻ, നമസ്കാരത്തിന്റെ കൂമ്പാരവുമായി, വസിയാമിൻ, നോമ്പിന്റെ പുണ്യവുമായി, വസകാത്തിൻ, സകാത്തിന്റെ പുണ്യവുമായി വരുന്നവനാണ്. എങ്ങനെയാ അവൻ ലോകത്ത് വരുന്നത്? അവന്റെ കയ്യിൽ ഒരുപാട് നിസ്കാരമുണ്ട്, അവന്റെ കയ്യിൽ നോമ്പിന്റെ പുണ്യങ്ങളുണ്ട്, അവന്റെ കയ്യിൽ സകാത്തിന്റെ പുണ്യങ്ങളുണ്ട്. പക്ഷേ പക്ഷേ അവന്റെ കയ്യിൽ ഈ പുണ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അവൻ ഇന്നവനെ പറ്റി ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്.
അവൻ ഇന്നവനെ പറ്റി ആരോപണം പറഞ്ഞിട്ടുണ്ട്. വഅകല മാല ഹാദാ, അവൻ ഇന്നവന്റെ സമ്പത്ത് അന്യായമായി തിന്നിട്ടുണ്ട്. വസഫക ദമി ഹാദാ, അവൻ ഇന്നവന്റെ രക്തം ചിന്തിയിട്ടുണ്ട്. വളറബ ഹാദാ, അവൻ ഇന്നവനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ നന്മകളൊക്കെ ചെയ്തവൻ ഈ വൃത്തികേടുകളും അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫയുതാ ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, ഇവന്റെ നന്മകളെടുത്ത് ആരെയാണോ ഇവൻ ആക്രമിച്ചത്, ഇവന്റെ അക്രമത്തിന് വിധേയമായവർക്ക് ഇവന്റെ നന്മകൾ എടുത്തു കൊടുക്കും. എന്റെ നിസ്കാരമെടുത്ത് ഞാൻ ആരെയാണോ വേദനിപ്പിച്ചത് അവന് കൊടുക്കുകയാ. എന്റെ നോമ്പെടുത്ത് ഞാൻ ആരെയാണോ സാമ്പത്തികമായി പറ്റിച്ചത് അവന് കൊടുക്കുകയാണ്. എന്റെ സക്കാത്തെടുത്ത് ഞാൻ ആരെപ്പറ്റിയാണോ ഗീബത്ത് പറഞ്ഞത്, ആരെപ്പറ്റിയാണോ നമീമത്ത് പറഞ്ഞത് അവനെടുത്തു കൊടുക്കുകയാ. അങ്ങനെ എന്റെ നന്മകളെടുത്ത് എന്റെ അക്രമത്തിനിരയായവർക്ക് അള്ളയങ്ങ് വീതിച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ അമലങ്ങ് തീർന്നുപോയി, എന്റെ അമലങ്ങ് തീർന്നുപോയി. ഇനി എന്റെ അക്രമത്തിനിരയായ ഇനിയും ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ അമലില്ല. അല്ല എന്താ ചെയ്യുന്നതെന്നറിയുമോ? എന്റെ അക്രമത്തിനിരയായ ഇനിയും കൊടുക്കാനുള്ള ആളുകളില്ലേ, അവരെ റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവര് ചെയ്ത വൃത്തികേടുകളില്ലേ, അവര് ചെയ്ത പാപങ്ങളില്ലേ, അത് മുഴുവനും എടുത്തതാ എന്റെ തലയിലേക്കിടുകയാണ്. ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ഇന്നുവരെ വ്യഭിചരിച്ചിട്ടില്ല. പക്ഷേ എന്റെ സഹോദരൻ ചെയ്ത വ്യഭിചാരത്തിന്റെ കുറ്റം അതേ എന്റെ തലയിലേക്കിടുകയാ. ഞാൻ ഇന്നുവരെ സ്വവർഗരതിയിൽ ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ എന്റെ കൂട്ടുകാരൻ ചെയ്ത സ്വവർഗരതിയുടെ കുറ്റം എന്റെ തലയിലേക്ക് വെക്കുകയാ. ഞാൻ ഇന്നുവരെ മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ എന്റെ കൂട്ടുകാരൻ ചെയ്ത മോഷണത്തിന്റെ കുറ്റം എന്റെ തലയിലേക്ക് വെക്കുകയാ. ഹബീബായ റസൂലുള്ള പറയുന്നു, തുരിഹ ഫിന്നാർ, പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. സുബ്ഹാനല്ലാഹ്, 5 നേരവും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെന്ന ചിന്തയോടെയാ. അതേ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, യതീമുകളെ സംരക്ഷിക്കുന്നത്, ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും എത്ര കണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമോ ഈ നന്മകളൊക്കെ ചെയ്യുന്നത്. അല്ലാഹ് എനിക്ക് സ്വർഗം കിട്ടണം, നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന മോദത്തോടു കൂടിയ. പക്ഷേ അമല് കുറഞ്ഞ, ആയുസ് കുറഞ്ഞ ഞാനും നിങ്ങളുമൊക്കെ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ അവിടെ അതാ നമ്മുടെ നിസ്കാരമെടുത്ത് മറ്റവന് വീതിച്ചു കൊടുക്കുന്ന, നമ്മുടെ നോമ്പെടുത്ത് മറ്റുള്ളവന് വീതിച്ചു കൊടുക്കുന്ന, നമ്മുടെ സക്കാത്തെടുത്ത് മറ്റുള്ളവന് വീതിച്ചു കൊടുക്കുന്ന ഒരു ദുരവസ്ഥ വരാതിരിക്കാൻ ഒരാളുടെ സമ്പത്തും അന്യായമായി നമ്മൾ കൈവശപ്പെടുത്തണ്ട. ഒരാളെ പറ്റിയും ഗീബത്ത് പറയണ്ട, ഒരാളെ പറ്റിയും നമീമത്ത് പറയണ്ട, ഒരാളെ പറ്റിയും ആരോപണം പറയണ്ട.